ഹായ് ഫ്രണ്ട്സ്, റഫീഖ് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് നമ്മൾ തേക്കടിയിലേക്ക് യാത്ര പോവുകയാണ്. ആദ്യമായിട്ടാണ് തേക്കടിയിലേക്ക് പോകുന്നത്. തേക്കടിയിലേക്ക് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി വഴിയാണ് പോയത്. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് അധികം തിരക്കില്ലായിരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെയുള്ള യാത്ര വളരെ സുഖകരമായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ വണ്ടികളും കുറവായിരുന്നു. ഫ്രണ്ട്സ്, നമ്മളിവിടെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. അളകാപുരി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് കയറിയത്. ഇത് വാഴൂർ എന്ന സ്ഥലത്തിന് മുമ്പുള്ള ഏതോ ഒരു സ്ഥലമാണ്. ചായ ഫ്രണ്ട്സ്, ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്. പിന്നെ റീസണബിൾ പ്രൈസാണ്. അങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്. ഫ്രണ്ട്സ്, അങ്ങനെ രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം റൂട്ടാണ് പോയത്. നല്ല റൂട്ടായിരുന്നു. ഇപ്പോൾ ടൗൺ ഏരിയയിലെത്തി. വണ്ടിപ്പെരിയാറിനടുത്തുള്ള സ്ഥലത്തെത്തി. ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഡീൻ ഡേൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കുമളിയോട് ചേർന്ന് തന്നെയുള്ള ഒരു കോട്ടേജാണ്. കാണുന്നതാണ്. തേക്കടി കുമളി ടൗണിനോട് ചേർന്ന് തന്നെയുള്ള ഒരു എക്കണോമിക്കലായിട്ടുള്ള ഒരു കോട്ടേജാണ് ഡീൻ ഡേൽ. ഞങ്ങളിവിടെ 3 റൂമാണ് എടുത്തിട്ടുള്ളത്. വളരെ എക്കണോമിക്കലാണ്. ഞാൻ നിങ്ങളെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾക്ക് 2 റൂം മുകളിലാണ് കിട്ടിയത്. ഈ 2 റൂമുമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്തായിട്ടുള്ള റൂമാണ്. നമ്മൾ വളരെ കുറഞ്ഞ റേറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സൗകര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ബേസിക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം 1 നൈറ്റ് സ്റ്റേക്കൊക്കെ വളരെ നല്ല ഒരു ഹോം സ്റ്റേ ആണിത്. അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ടെറസൊക്കെ ഉണ്ട്. ടെറസിലാണെങ്കിൽ നമുക്ക് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പേസൊക്കെ ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഇത് താഴത്തെ നിലയിലുള്ള റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. കാണുന്നതാണ് മൂന്നാമതായി ഞങ്ങളെടുത്ത റൂം. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു റൂമാണിത്. അതുപോലെ കിച്ചൺ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ TV ഉണ്ട്.
അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം മേടിക്കാൻ വേണ്ടി പുറത്തു പോയി. ടൗൺ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു പോയി മേടിച്ചു. എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് പോയില്ല. അന്ന് ഈസ്റ്റർ ദിനമായിരുന്നു. ഈസ്റ്റർ ദിനവും അതുപോലെ ഞായറാഴ്ചയും ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളും അടച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രദേശവാസികളോട് ചോദിച്ച് അടുത്തുള്ള കടകളിലേക്ക് പോയി മേടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. മൂന്നാറിന് സമാനമായ കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏകദേശം 5 മണിയോടുകൂടി ഞങ്ങൾ പരുന്തുംപാറയിൽ എത്തിച്ചേർന്നു. ആദ്യമായിട്ടായിരുന്നു ഞാൻ പരുന്തുംപാറയിലേക്ക് വരുന്നത്. നല്ലൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഏപ്രിൽ മാസമായതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ക്ലൈമറ്റായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ കഴിഞ്ഞു അവിടെ. പരുന്തുംപാറയിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ ഇരുട്ടിയതിനാൽ പിന്നെ ഞങ്ങൾ വേറെ എവിടെയും പോകാൻ നിന്നില്ല. അതിനുശേഷം തിരികെ ഞങ്ങൾ റൂമിലേക്ക് പോയി അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് കിട്ടിയത്. ഇത്രയുമാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.